വരും മാസങ്ങളിൽ ഐഫോൺ അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ബന്ധപ്പെട്ട മിഡിൽ റേഞ്ച് ലോ റേഞ്ച് എല്ലാ മേഖലയിലുള്ള ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കും മാക്ബുക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസിനും വില വർദ്ധിക്കുമെന്നാണ് ടീം കുക്കിൻ്റെ ഒരു വലിയ വിശദീകരണം. മാത്രമല്ല ടീം കുക്ക് മീൻസ് അത് ഐഫോണിൻ്റെ CEO ആണ്. അത് ബന്ധപ്പെട്ട ഡെല്ലിൻ്റെ ആയിട്ട് അസോസിൻ്റെതായിട്ട് മറ്റേ ഷോമി ആകട്ടെ എല്ലാ മേഖലകളിൽ നിന്നും ഈവൻ സാംസങ്ങിൻ്റെ പോലും ആളുകൾ പ്രത്യേകം ലോകത്തിന് മുമ്പിൽ ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടു. അതിൻ്റെ ബ്രീഫായിട്ടുള്ളൊരു കാര്യം ഞാൻ എഴുതിയെടുത്തിട്ടുള്ളത് വ്യക്തതയോടുകൂടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. നമുക്കറിയാം 2025 അവസാനിക്കുമ്പോൾ സാധാരണയായിട്ട് പഴയ മോഡലുകൾക്ക് വില കുറയും, പുതിയ മോഡലുകൾ വരുന്നതിനനുസരിച്ച് കുറയുമെന്നാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ മോഡലുകൾക്ക് പഴയ മോഡലിനേക്കാൾ 50 ഇരട്ടി 30 ഇരട്ടി വലിയ വർധനവോട് കൂടിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ പഴയ ഫോണിന് വില കുറയാതെ അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് അത് ഗുണമാണെങ്കിൽ പോലും ഒരു പുതിയ ഫോൺ എടുക്കണം, എല്ലാ കാര്യത്തിലും ഉപകാരപ്പെടുന്ന രീതിക്കുള്ള ഫോണായിരിക്കണം എന്ന് കരുതുന്ന ആളുകൾക്ക് വലിയൊരു തുക മുടക്കിയാൽ മാത്രമേ ഇനി അങ്ങോട്ട് ആ ഒരു ഫോൺ നമ്മൾ കൈക്കലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ കമ്പനികളുടെയൊക്കെ CEOമാരും ബന്ധപ്പെട്ട MDമാരൊക്കെ പറയുന്നത്. അതിനവർ പറയുന്ന ഒരു കാരണമുണ്ട്. DDR ലെവലിലുള്ള കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. DDR 4.5 അതുപോലെ തന്നെ DDR5 5.5 TX ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ അതുപോലെ മിഡ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ സാധാരണ ഒരു ബഡ്ജറ്റ് ഫോണുകളിലേക്ക് ഉപയോഗിക്കുന്ന റാൻഡം ആക്സസ് മെമ്മറി അഥവാ നമ്മുടെ ആ റാം ഉൽപ്പാദിപ്പിക്കുന്നത് ലോകത്ത് 3 കമ്പനികളാണ്. മുൻനിര കമ്പനികൾ എന്നറിയപ്പെടുന്നത് ഒന്ന് സാംസങ് ആണ്, മറ്റൊന്ന് ESCAP ഹൈനിക്സ് ആണ്, മറ്റൊരു കമ്പനി കൂടി മൈക്രോൺ ടെക്നോളജിയാണ്. ഈ 3 കമ്പനികളും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. AI ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾക്ക് ആവശ്യമായ ഓർഡറുകൾ കൊടുത്തു തീർക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പം DDR സംബന്ധമായിട്ടുള്ള ആ റാം നമ്മൾ തൽക്കാലം റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. മീൻസ് നമ്മൾ ആ പഴയതുപോലെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിനാവശ്യമായ ഒരു ഘടകം അവർ പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനേക്കാൾ AI ആയിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ വലിയ ലാഭം തരികയും ഹ്യൂജ് ക്വാണ്ടിറ്റി നമ്മളിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് DDR ലെവലിലുള്ള ആ ഒരു പാറ്റേണിൽ വരുന്ന ചിപ്പുകൾ തൽക്കാലം ഞങ്ങൾ ഉൽപ്പാദനക്ഷമത കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മീൻസ് നേരത്തെ ലക്ഷങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 30% കുറച്ചിട്ടാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആപ്പിളും അതേപോലെ ഷവോമിയും സാംസങ്ങും ബന്ധപ്പെട്ട സകലമാന കമ്പനികളും പറയുന്നത്. ഇതിലാകെ ഒരു രക്ഷപ്പെടാൻ സാധ്യതയുള്ള സാംസങ് മാത്രമാണ്. സാംസങ്ങിൻ്റെ ഒരു ഭാഗമാണ് അവരുടെ ചിപ്പ് ലെവൽ കമ്പനികൾ എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് സാംസങ് ഇവിടെ തളരാതെ പിടിച്ചിരിക്കാനുള്ള സാധ്യതയും നമ്മളിവിടെ കാണുന്നുണ്ട്. കാരണം അവരുടെ ഓൺ പ്രൊഡക്റ്റാണ് ഈ റാം എന്ന് പറയുന്നത്. ബാക്കിയുള്ള കമ്പനികളൊക്കെ ആശങ്ക പറയുക മാത്രമല്ല ചെയ്തത്. ഇപ്പം നിലവിൽ 2026 തുടക്കത്തിൽ വലിയൊരു തുക വർദ്ധിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഒരു 1 ലക്ഷം രൂപയോടൊപ്പം ഒരു 15,000 രൂപ വർദ്ധിച്ചു എന്ന് പറയുന്ന രീതിക്കാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഇനി 3 മാസത്തിന് ശേഷം വലിയ വർധനവ്. അപ്പം നിലവിലുള്ള ആ വർധനയോടൊപ്പം തന്നെ ഒരു 40%, 30% ഇടയിൽ വലിയ ഒരു ഹൈപ്പ് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു ലെവലിലുള്ള വില വർധനവിന് ലോകം സാക്ഷിയാകേണ്ടി വരും. അവിടെയാണ് ഇവർ പറയുന്നത് ഒരു പ്രീമിയം മോഡൽ ഒരു ഫോണ് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ഫണ്ട് ഒരു കസ്റ്റമർ മുടക്കേണ്ടി വരും. കാരണം നമുക്ക് റാം കിട്ടാനില്ല, പാർട്സുകൾ കിട്ടാനില്ല, എല്ലാവിധ സംവിധാനങ്ങളും അല്പാൽപമായിട്ട് ഫാക്ടറികൾ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ നഷ്ടപ്പെടുന്നില്ല. അവർക്കുള്ള നഷ്ടം AI കമ്പനികൾ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ വലിയ തുക കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരുടേതായിട്ടുള്ള അഥവാ AI റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ അവരുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ചിപ്പ് ലെവൽ പരിപാടികളൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം എല്ലാ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സ്മാർട്ട് വാച്ച്, ലാപ്ടോപ്പ്, അതുപോലെ മാക്ബുക്ക്, ഐഫോണ്, നമ്മുടെ ആൻഡ്രോയിഡ് ഫോണ് എല്ലാ റേഞ്ചിലുമുള്ള ഡിവൈസുകൾക്ക് വളരെ കൂടുതൽ വില വർധനവുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലെന്താണ് മാർഗമുള്ളത്? നമുക്കറിയാം ഒരു ഫോൺ വാങ്ങിക്കുക അല്ലെങ്കിൽ അത് നന്നായി ഉപയോഗിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കമ്പനിയുടെ ആകണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹവും ഉദ്ദേശമുള്ളതാണ്. പക്ഷേ ഈ 1 ലക്ഷം, 1,12,000, പിന്നെ 1,30,000 ഇപ്പോൾ ഇറങ്ങുന്ന ഫോണിൻ്റെയൊക്കെ വില നമ്മൾ കണ്ടതാണ്. 1,80,000 രൂപ വരെ വന്നു. പിന്നെ 2.5 ലക്ഷം, 3 ലക്ഷം ലെവലിലേക്ക് പോകുന്നു. ഹൈ റേഞ്ചിലുള്ള കസ്റ്റമർ മാത്രമേ അത് വാങ്ങിക്കുകയുള്ളൂ. പക്ഷേ ഒരു മിഡിൽ നിൽക്കുന്ന ആൾ ഒരു 20,000 രൂപയുടെ ആ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുമ്പം അതേ സ്പെക്കുള്ള അഥവാ സ്പെസിഫിക്കേഷനുള്ള ആ ഒരു 20,000 ഫോൺ ഇനി ഒരു 3 മാസം കഴിഞ്ഞാൽ 42,000, 45,000, 50,000 ഇടയിൽ പഴയ 20,000 സ്പെസിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ, സ്പെക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിന് പിൽക്കാലത്ത് ഒരു 3 മാസത്തിന് ശേഷം 2020 തീർച്ചയായിട്ടും വലിയൊരു എമൗണ്ട് അഥവാ ഒരു 30% അടുത്ത് അല്ലെങ്കിൽ 30ൻ്റെ മുകളിലോട്ട് വർധനവ് വരുന്നുണ്ട് എന്നാണ്. പഴയ 20,000 ഫോണിൽ കിട്ടിയത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ.
പക്ഷേ ഇതിൻ്റെ വില വർദ്ധിപ്പിക്കുന്നത് ഇത്തരം കമ്പനികൾ അവരുടെ ചിപ്പുകൾക്ക് വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് മെറ്റീരിയൽസുകൾക്ക് അഥവാ ഡിവൈസിന് അനുബന്ധമായിട്ടുള്ള കോമ്പണൻസുകൾക്ക് വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. മൊത്തത്തിൽ യുദ്ധ പ്രതീതി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കമ്പനികൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മേഖലകളിൽ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിച്ചു വന്നതുകൊണ്ട് തന്നെ ആ ലെവലിലുള്ള വർധനവ് വേറെ ഉണ്ടതാണ്. മൊത്തത്തിൽ ഈ ഒരു ഡിവൈസ് മേഖലകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കണിശമായിട്ടുള്ള വലിയ ലാഭങ്ങൾ എടുക്കാൻ വേണ്ടി കമ്പനി ശ്രമിക്കുന്നുണ്ട്. അതിന് ഒരു എരുതിയിലൊരു എണ്ണ ഒഴിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഉണ്ടായത്. അരക്ഷിതാവസ്ഥ വർദ്ധിച്ചു. അതോടൊപ്പം AI ജനറേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ കമ്പനികൾ വലിയ രൂപത്തിൽ ഫണ്ട് ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ആ താരതമ്യേന ഇത്തരം DDR ലെവലിലുള്ള റാമുകളെ തൽക്കാലം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പഴയ രൂപത്തിനെ അപേക്ഷിച്ച് ഒരു 70% അവർ ചുരുക്കി. ബാക്കിയുള്ളതും കൂടി ആ ഒരു ഘട്ടം അല്ലെങ്കിൽ അതിനാവശ്യമായ ഒരു ബാക്കി വന്ന സമയങ്ങളൊക്കെ ഈ AI ഡെവലപ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് വേണ്ടി നീക്കിവെക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പം നിലവിൽ ഐഫോൺ ഉൾപ്പെടെയുള്ളതിനൊക്കെ വില വർദ്ധിപ്പിക്കാൻ കാരണമുണ്ടായത്. ഈ ഐഫോണിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. 2026 സമയത്ത് അവർ പറഞ്ഞു ലോങ് ടൈം അഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊരു വിഷയമേ അല്ല. പക്ഷേ ഇന്നലെ വന്ന റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നു 30,000 രൂപ വരെ ഒരു ഡിവൈസിൽ 30,000 രൂപ വരെ ഞങ്ങൾ വില വർധനവിന് നിർബന്ധിതരായിരിക്കുന്നു. അത് പഴയ ഫോണുള്ള ആളുകൾക്ക് അവരുടെ റീസെയിൽ വാല്യൂ കൂടിയെന്ന് പറയാം. പക്ഷേ പുതിയ ഫോൺ വാങ്ങിക്കാൻ പോകുന്ന ആളുകൾക്ക് അത് വലിയൊരു എമൗണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്കൊക്കെ പറയാൻ പറ്റും അത്ര വലിയ ഫോണൊന്നും വേണ്ടല്ലോ, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോയാൽ മതിയല്ലോ, അത് നമ്മുടെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷേ ഇതൊക്കെ നമ്മുടെ ബാധിക്കുന്ന കാര്യമായി പിൽക്കാലത്ത് വരും. എല്ലാ കാര്യത്തിനും വില കൂടുമ്പം ഇതിനും വില കൂടും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക എന്നേ ഉള്ളൂ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചാനലിൽ ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല ഒരു ബഡ്ജറ്റ് ഫോൺ, ഒരു റാം ഏത് രൂപത്തിലായിരിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം DDR4, DDR4.5, DDR5, DDR5.5, അതുപോലെ TX, TDS എന്ന് പറഞ്ഞിട്ട് വളരെ കൂടുതലായ റാമും റോമും നമ്മൾ വകതിരിച്ചിരുന്നു. അവിടെയൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു എമൗണ്ടിൽ അല്ലെങ്കിൽ ഇത്ര രൂപ നമ്മൾ കൊടുക്കുമ്പം DDR ഈ ലെവലിലുള്ള റാമായിരിക്കണം. 8GB എന്ന് പറയുന്ന ആ ഒരു ഫിഗറിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ അവിടെ നമ്മൾ എത്ര സ്റ്റോറേജ് ഉണ്ട് എന്നുള്ള നോക്കുകയല്ല വേണ്ടത്. അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ പേരുകൊണ്ട് മാത്രം ഫിഗർ ഉണ്ടാവും, പക്ഷേ പെർഫോമൻസിൽ യാതൊരുവിധ ആ ഒരു പെർഫോമൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ കൂടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു പുതിയ വിശേഷവുമായിട്ട് നമുക്ക് കാണാം. ഇനി ഓരോ ഫോണും അതിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്, വെറുതെ നമ്മൾ ഹാർഡ് ആൻഡ് മണി കൊണ്ടുപോയി വാങ്ങിച്ച് ഈ ഒരു ഡിവൈസ് വാങ്ങിക്കുമ്പം എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ലെവലിൽ കിട്ടുമോ എന്ന് വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. കൂടുക. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.